ഹലോ കൂട്ടുകാരെ, ആരും പോലെ ഒരു കാര്യം പറയാനായിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ നാസിഡയിൽ നിന്ന് വാങ്ങിച്ച മീനുണ്ടല്ലോ, ചെങ്കല മീൻ കുറച്ച് ഇരിപ്പുണ്ട്, നന്ദൻ ഇരിപ്പുണ്ട്, പിന്നെ എന്തോ ഒരു മീനും കൂടി ഇനി ഇരിപ്പുണ്ട്, അറിയത്തില്ല. അപ്പോൾ അതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴായി നിങ്ങളോടൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചത്, അതുകൊണ്ടാണ് വന്നു കേട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ സംഗതി വേറൊന്നുമല്ല കേട്ടോ. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കാണെങ്കിൽ മിക്ക വീഡിയോസിലും വരുന്ന കമൻറ്റാണ് ഡോറയ്ക്ക് പല്ല് കമ്പി ഇട്ടൂടെ, ഡോറയ്ക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കമൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാമെന്ന് വിചാരിച്ച് ഡോറ ഗബ്രൂട്ടിനെ ഉറക്കാൻ വേണ്ടി കിടന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡോറയും കൂടെ പറഞ്ഞു, അതുപോലെ ഡോറയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇരിക്കാനൊന്നും പറ്റുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഡോറ അങ്ങനെ വീഡിയോസിലൊന്നും അധികം വരാതിരിക്കുന്നത്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന കാര്യത്തിലോട്ട് കിടക്കാം. മുടി സ്ട്രെയിറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. ഡോറയ്ക്ക് പ്രത്യേകിച്ചും താല്പര്യമില്ല. ഡോറയ്ക്ക് അത് ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ്, കാരണം ഡോറയ്ക്ക് മുടിക്ക് ഉള്ളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോറയ്ക്ക് അതിനോട് തീരെ താല്പര്യമില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ ആണെങ്കിൽ പമ്പ് സ്റ്റവ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഗ്യാസില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഡോറയ്ക്ക് അതിനോട് താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. എനിക്കും ആ ചുരുണ്ട മുടിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്ട്രെയിറ്റ് ചെയ്യുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് നല്ലൊരു എമൗണ്ട് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോറയുടെയും കുഞ്ഞിൻ്റെയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് രണ്ടാളും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണ്? അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ നടത്തുക. ഗബ്രൂട്ടന് സർജറി ഇല്ലാത്ത രീതിയിൽ ഗബ്രൂട്ടനെ കൊണ്ടെത്തിക്കാം. ഡോറയാണെങ്കിൽ പഴയതുപോലെ ഓടിച്ചാടി കളിക്കുന്ന രീതിയിൽ നമുക്ക് ഡോറയെ എത്തിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയില്ലേ ശ്രമിക്കണം, മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതൊക്കെ പിന്നെയുള്ള ഏരിയയിൽ. രണ്ടാമത്തത് പല്ലേ കമ്പി ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോറയ്ക്ക് നമ്മളെപ്പോലെ വാ നന്നായി പൊളിയില്ല. എന്നുവെച്ചാൽ വാ നന്നായി തുറക്കാൻ കഴിയില്ല ഡോറയ്ക്ക്. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഡോറയ്ക്ക് പല്ലേ കമ്പി ഇടുന്നത് കുറച്ച് പ്രശ്നമാണ്. താടിയില്ല, ഇവിടുത്തെ രണ്ട് എല്ലാം സ്റ്റക്കാണ്. അപ്പം നല്ല രീതിയിൽ വാ തുറന്ന് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വാ നല്ലോണം തുറന്നാൽ മാത്രമേ കമ്പി ഇടാൻ പറ്റൂ. അത് നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ വെറുതെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റീസണൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നോക്കാത്തത്. പിന്നെ ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അല്ലെങ്കിൽ ഡോറയ്ക്ക് അവളിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പോരായ്മ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. മേ ബി ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുമായിരിക്കും, അത് ഭാവിയിലുള്ള കാര്യമാണ്. ഇപ്പോൾ എന്തായാലും തൽക്കാലം നമ്മളതൊന്നും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല കേട്ടോ. അത്രയേ ഉള്ളൂ.